Good evening. I'm Akshaya. I had an All India rank of 2627 in the year 2020. ഞാനിപ്പോൾ എയിംസ് നാഗ്പൂരിൽ ഫൈനൽ ഇയർ MBBS ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് ഓഫ് ദി ചാപ്റ്റർ 4 ഓഫ് ക്ലാസ് 11 ആനിമൽ കിങ്ഡത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്ട്ലി കടക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് ചില ആനിമൽസിൽ, അതായത് ഇൻ സം ആനിമൽ ഗ്രൂപ്പ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ സം ആനിമൽ ഗ്രൂപ്പ്സ് ദ ബോഡി ഈസ് ഫൗണ്ട് ഡിവൈഡഡ് ഇൻ ടു compartments with a serial repetition of at least some organs. ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ചില ബോഡീസ്, അതായത് ആനിമൽസിന്റെ ബോഡീസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ആസ് കമ്പാർട്ട്മെന്റ്സ് ആൻഡ് അവിടെ സീരിയൽ റെപ്പിറ്റേഷൻ ഓഫ് ഓർഗൻസ് നടക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. ഈ ഫീച്ചർ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് സെഗ്മെന്റേഷൻ. നമുക്കറിയാം സെഗ്മെന്റേഷൻ എന്താണ്? ജസ്റ്റ് ആനിമലിന്റെ ബോഡി എടുക്കുക, എന്നിട്ട് റെപ്പറ്റേറ്റീവ് സെഗ്മെന്റ് ആയിട്ട്, അതായത് ഒരു സീരീസ് ഓഫ് റെപ്പറ്റേറ്റീവ് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടത് ഏതിലാണ്? അത് സെഗ്മെന്റേഷൻ എക്സ്റ്റേണൽ ആവാം, അല്ലെങ്കിൽ ഏതാവാം? ഇന്റേണൽ ആവാം. ഇനി ഈ എക്സ്റ്റേണൽ നമ്മൾ എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഇൻ ആർത്രോപോഡ്സ്. ഇനി ഇന്റേണൽ നമ്മൾ എവിടെ കണ്ടു? ഇന്റേണൽ സെഗ്മെന്റേഷൻ നമ്മൾ വേർട്ടിബ്രേറ്റ്സിലാണ് കാണുന്നത്. ഇനി പക്ഷേ സെഗ്മെന്റേഷനിൽ എന്ത് നമ്മൾ പഠിച്ചില്ല? സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് സം ഓർഗൻസ് നമ്മൾ പഠിച്ചില്ല. അതായത് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. അതായത് ആർത്രോപോഡ്സിലപ്പോ എക്സ്റ്റേണലി സെഗ്മെന്റഡ് ആണ്, പക്ഷെ ഡിവിഷൻ അല്ലെങ്കിൽ സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ് ഇല്ല. അപ്പൊ ഓപ്ഷൻ എന്തായി? അതല്ലാന്ന് മനസ്സിലായി. ഇനി ഓപ്ഷൻ സിയിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താണ് മെറ്റാജെനസിസ്? നമുക്കറിയാം ചില ആനിമൽസിൽ മെറ്റാജെനസിസ് നമ്മൾ ടേം ഇട്ട് വിളിച്ച എന്താണ്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് ഒബീലിയയിലാണ്. ഒബീലിയ ഏതാണ്? സീലൻ ട്രേറ്റ്സിലെ ഒബീലിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ്, ഒബീലിയ എന്ന് പറഞ്ഞ എക്സാമ്പിളാണ് നമ്മൾ എന്ത് കണ്ടത്? ഈ മെറ്റാജെനസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കണ്ടത്. ഇനി അവിടെ എന്താ നടക്കുന്നത്? അതായത് അവർക്ക് രണ്ട് ബോഡി ഫോംസ് ഉണ്ട്, ആൻഡ് ഈ രണ്ട് ബോഡി ഫോംസും എങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് പോളിപ്പ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെഡ്യൂസ. ഈ പോളിപ്പും മെഡ്യൂസ എന്താണ്? ഈ ഒരു ഓർഗനിസത്തിന്റെ രണ്ട് ടൈപ്പ് ഓഫ് ഫോംസ്. അപ്പൊ പോളിപ്പ് മെഡ്യൂസനെ പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് അഗെയിൻ മെഡ്യൂസ തിരിച്ചെന്താവും? തിരിച്ച് മെഡ്യൂസ ഫോംസ് പോളിപ്പ്. അപ്പൊ ഈ പോളിപ്പ് മെഡ്യൂസനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏസെക്ഷലി ആണ്, പക്ഷെ മെഡ്യൂസ പോളിപ്പിനെ ഉണ്ടാക്കുന്നത് സെക്ഷുവലി ആണ്. അപ്പോ ഇങ്ങനെ കാണുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ാണ് നമ്മൾ എന്ത് വിളിച്ചത്? മെറ്റാജെനസിസ്. അല്ലാണ്ട് അതിലെങ്ങനെയാ ഇന്റേണലി ഡിവൈഡഡ് എന്നോ എക്സ്റ്റേണലി ഡിവൈഡഡ് എന്നോ സീരിയൽ റെപ്പിറ്റേഷൻ ഓഫ് ഓർഗൻസ് എന്നോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഡി എന്താ ചോദിച്ചിരിക്കുന്നത്? മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസ് എന്താ? ഒരു ഓർഗനിസം അതിന്റെ ഹോൾ ലൈഫ് സൈക്കിളിൽ ഫ്രം വൺ ഫോം ടു അതർ ഫോം പോകുന്ന ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെറ്റമോർഫോസിസ്. അതായത് ബട്ടർഫ്ലൈന്റെ എക്സാമ്പിൾ എടുത്താല്, ബട്ടർഫ്ലൈ എങ്ങനെയാണ്? എഗ്, ലാർവ. ബട്ടർഫ്ലൈന്റെ കേസ് എടുത്താല് എഗ് കഴിഞ്ഞ് എന്തുണ്ടാവും? ലാർവ സ്റ്റേജ്. ലാർവ കഴിഞ്ഞ് എന്തുണ്ടാവും? പ്യൂപ്പ സ്റ്റേജ്. അത് കഴിഞ്ഞ് അഡൾട്ട്. ഇനി ഈ ഓരോ സ്റ്റേജും മോർഫോളജിക്കലിയും അനാറ്റമിക്കലിയും ഒക്കെ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. പുറത്തുനിന്ന് കണ്ടാലും ഉള്ളിലും പുറത്തും ഒരേപോലെ എങ്ങനെയായിരിക്കും? എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് ഇതൊക്കെ എന്താണ്? ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് ആണ്. ഈ ഡെവലപ്മെന്റൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചു? മെറ്റമോർഫോസിസ്. അപ്പോ ഈ മെറ്റമോർഫോസിസിൽ ഏതെങ്കിലും തരത്തിലുള്ള സെഗ്മെന്റേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള മെറ്റാമറിസം. ഇനി മെറ്റാമറിസം NCERT എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഡിവിഷൻ ഓഫ് ആനിമൽ ബോഡി എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി. എങ്ങനെ? സെഗ്മെന്റ്സ് ആയിട്ട്, വേരിയസ് ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻഡ് അവിടെ എന്തുണ്ട്? സീരിയൽ റെപ്പിറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻ. ഇനി എക്സാമ്പിൾ എന്താണ്? അനലിഡ്സ്. അനലിഡ്സിൽ
ഒരാളെ എടുത്തു പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ആനിമൽസിൽ ഏറ്റവും ഫെമിലിയർ എക്സാമ്പിൾ എർത്ത് വർം. ഇനി സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ഓഫ് ആനിമൽസ് ബോഡി ഇൻടു സീരീസ് ഓഫ് റെപ്പറ്റേറ്റീവ് സെഗ്മെന്റ്. ജസ്റ്റ് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇതിൽ സെഗ്മെന്റേഷൻ ഒരു വേഗ് ടേം ആണ്. അത് എക്സ്റ്റേണൽസ് ആവാം അല്ലെങ്കിൽ ഇന്റേണൽ ആവാം. എക്സ്റ്റേണൽ ഏതിലാണ്? ആർത്രോപോഡിലും ഇന്റേണൽ വെർട്ടിബ്രേറ്റ്സിലും. ഇനി ഓപ്ഷൻ സി എന്തായിരുന്നു? മെറ്റാജെനസിസ്. മെറ്റാജെനസിസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ഓർമ്മ വേണം? അത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. അത് എക്സാമ്പിൾ സീലൻഡ്രേറ്റ്സിലെ ഒബീലിയ. ആൻഡ് ഈ ഒബീലിയയിൽ എന്താണ് നടക്കുന്നത്? പോളിപ് പ്രൊഡ്യൂസസ് മെഡുല ആൻഡ് മെഡുല ഫോംസ് പോളിപ്. ഇനി പോളിപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് മെഡുല ഉണ്ടാക്കുന്നത്. ആൻഡ് മെഡുല സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് തിരിച്ച് പോളിപ്പ് ഉണ്ടാക്കുന്നത്. ഇനി second question. Given below are types of cells present in some animals. Which of the following cells can differentiate to perform different functions? കുറെ വേരിയസ് ടൈപ്സ് ഓഫ് സെൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നിലും എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉള്ള സെൽസ് ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എന്താണ്? കോയാനോസൈറ്റ്സ്. നമ്മൾ കോയാനോസൈറ്റ്സ് എവിടെയാണ് പഠിച്ചത്? നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഗ്രൂപ്പായ സ്പോഞ്ചസിലാണ് കോയാനോസൈറ്റ് പഠിച്ചത്. ആൻഡ് ഈ സ്പോഞ്ചസ് എന്താ? സ്പോഞ്ചസിൽ കോയാനോസൈറ്റിന്റെ ഫങ്ഷൻ എന്താണ്? നമുക്കറിയാം, സ്പോഞ്ചസിന് ഉള്ളില് അതായത് സ്പോഞ്ചസിന്റെ സെൽ ദ ഹോൾ ബോഡി ലൈൻ ചെയ്യുന്നത് ഈ കോയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് എന്നാണ്. കോയാനോസൈറ്റ് അല്ലെങ്കിൽ കോളർ സെൽസ്. ഇനി ഇവരുടെ ഫങ്ഷൻ എന്താണ്? ഫിൽട്ടറിങ് ന്യൂട്രിയൻസ്. അവരുടെ നമുക്കറിയാം വാട്ടർ ഉള്ളിൽ കൂടി സർക്കുലേറ്റ് ചെയ്താണ് അവരുടെ ന്യൂട്രീഷൻ റിക്വയർമെന്റ് ഒക്കെ കണ്ടെത്തുന്നത്. ആൻഡ് ആ വെള്ളം അവർക്ക് രണ്ട് എന്തുണ്ട്? ഓപ്പണിംഗ് ഉണ്ട്. ഓസ്റ്റിയ ആൻഡ് ഓസ്ക്യുലം. അപ്പൊ ഓസ്റ്റിയ എന്ന് പറഞ്ഞ ചെറിയ ഓപ്പണിംഗിൽ കൂടി വെള്ളം അകത്തേക്ക് കടക്കും. ആൻഡ് നമ്മൾ ബോഡി ലൈൻ ചെയ്യുന്ന ഈ കോയാനോസൈറ്റ്സിന്റെ ഉള്ളിൽ കൂടി എങ്ങനെയാവും? സർക്കുലേറ്റ് ആവും. ആൻഡ് ഓസ്ക്യുലത്തിന്റെ ഉള്ളിൽ കൂടി സർക്കുലേറ്റ് ആയിട്ട് ഫൈനലി പുറത്തോട്ട് പോകും. അപ്പോ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോളർ സെൽസ്. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ ഫിൽട്ടറിങ് ന്യൂട്രിയൻസ് ഇൻ സ്പോഞ്ചസ്. ഇനി ഓപ്ഷൻ സിയിലേക്ക് കടക്കാം. ഗ്യാസ്ട്രോഡെർമൽ സെൽസ് എന്താണ്? ഗ്യാസ്ട്രോഡെർമൽ സെൽസ് ഗ്യാസ്ട്രോഡെർമൽ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വേറെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിഡോസിസ്റ്റ്. ഇനി നിഡോസിസ്റ്റ് ഏതിലാണ് കാണാൻ പറ്റുന്നത്? നമുക്കറിയാം നിഡോ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന നിഡേറിയൻസിന്റെ ഗ്രൂപ്പിലാണ് നിഡോസിസ്റ്റ് കാണാൻ പറ്റുന്നത്. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അറ്റാച്ച്മെന്റ് ആൻഡ് ഡിഫെൻസ്. ഗ്യാസ്ട്രോഡെർമൽ സെൽസ് അല്ലെങ്കിൽ നിഡോസിസ്റ്റ് ഏതിലാണ് കാണുന്നത്? നിഡേറിയൻസിൽ കണ്ടു. ആൻഡ് യൂസ്ഡ് ഇൻ അറ്റാച്ച്മെന്റ് ആൻഡ് ഡിഫെൻസ്. ഡിഫെൻസിന് ഹെൽപ്പ് ചെയ്തു. ഇനി അത് എങ്ങനെയാണ്? ഇതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന രീതിയിലേക്കാവോ? ഇല്ല. ഇനി ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ നിമാറ്റോസിസ്റ്റ്. നിമാറ്റോസിസ്റ്റം എവിടുത്തതാണ്? നിമാറ്റോസിസ്റ്റം നിഡേറിയൻസിൽ കാണുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള സെൽസ് ആണ്. ആൻഡ് നമുക്കറിയാം നിമാറ്റോസിസ്റ്റിന് എന്തുണ്ട്? അവർക്ക് ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവരുടെ ശത്രുക്കളെ സ്റ്റിങ് ചെയ്ത് പാരാലിസിസ് കോസ് ചെയ്യാനുള്ള സാധനം കണ്ടെയ്ൻ ചെയ്യുന്ന സെൽസ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് ആണ് നമ്മുടെ നിമാറ്റോസിസ്റ്റ്. ആൻഡ് അതെന്തിനാണ്? ഡിഫെൻസ് പേർപ്പസിനാണ്. അപ്പോ ബാക്കിയുള്ള ഓപ്ഷൻ ഏതാ? ബി ആയിട്ടുള്ള ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇനി ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്താണ്? ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിഫറെന്റ് ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? ടോട്ടിപൊട്ടന്റ് സെൽസ്. ആൻഡ് ഈ ടോട്ടിപൊട്ടന്റ് സെൽസ് എവിടെയാ കാണാൻ പറ്റുന്നത്? ഇൻ ദ ബോഡി ഓഫ് നിഡേറിയൻസ്. ആൻഡ് ഇവർക്ക് ഒരു ബേസിക് സെല്ലായിരിക്കും. ആൻഡ് അവര് മൾട്ടിപ്ലൈ ചെയ്ത് എനി കൈൻഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആവാൻ പറ്റും. ആൻഡ് അതിന് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സെൽസിനെയാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ആനിമൽസ് ഷെയർസ് എ 4-chambered heart? 4-chambered heart ഏതിലൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഏറ്റവും ആദ്യം ആനിമൽസിന്റെ ഇതില് റെപ്റ്റൈൽസ് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ റെപ്റ്റൈൽസില് നമ്മൾ എത്ര ചേംബേർഡ് ഹാർട്ടാണ് കണ്ടത്? 3-chambered heart. ഇനി ഈ റെപ്റ്റൈൽസിന് 3-chambered heart ആണ് എക്സെപ്റ്റ് വൺ മെമ്പർ വിച്ച് ഹാസ് എ 4-chambered heart. അതെന്താണ്? എക്സെപ്ഷൻ ക്രോക്കോഡൈൽ. ക്രോക്കോഡൈൽ ഒഴിച്ച് ബാക്കി എല്ലാ റെപ്റ്റീലിയൻ മെമ്പേഴ്സിനും 3-chambered heart ആണ് ഉള്ളത്.
ഇനി നമ്മൾ കുറച്ചും കൂടി അടുത്ത ഗ്രൂപ്പിലേക്ക് വന്നു. അടുത്ത ഗ്രൂപ്പ് എന്താണ്? ആംഫീബിയൻസ്. ആംഫീബിയൻസിനും എങ്ങനെയാണ്? 3 ചേംബേർഡ് ഹാർട്ട് തന്നെയാണ് ഉള്ളത്. ഇനി അവരുടെ പ്രത്യേകത എന്തായിരുന്നു? നമുക്കറിയാം 2 ഏട്രിയും ഒരൊറ്റ സിംഗിൾ വെൻട്രിക്കിളും ആയിരുന്നു. ആൻഡ് ഈ വെൻട്രിക്കിളിനുള്ളിൽ എന്ത് പറ്റും? മിക്സിംഗ് ഓഫ് ബ്ലഡ് നടക്കും. കാരണം എന്താ? അവർക്ക് ഒരൊറ്റ വെൻട്രിക്കിളേ ഉള്ളൂ, അതുകൊണ്ട്. ഇനി മാമൽസ് എങ്ങനെയാണ്? നമുക്കറിയാം മാമൽസിന് ക്ലിയർലി 4 ചേംബേർഡ് ഹാർട്ട് ആണ് ഉള്ളത്. അപ്പൊ റെപ്റ്റൈൽസിനും ആംഫീബിയൻസിനും 3 ചേംബേർഡ്, മാമൽസിന് 4 ചേംബേർഡ്. പക്ഷെ റെപ്റ്റൈൽസിന് ഒരു എക്സെപ്ഷൻ, അതായത് ക്രോക്കോഡൈൽ. അപ്പൊ ഇത്രയും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏതൊക്കെയാണ് 4 ചേംബേർഡ് ഹാർട്ട്? റെപ്റ്റൈൽസ് എങ്ങനെയാണ്? ആംഫീബിയൻസിന് എത്രയാണ്? 3 ചേംബർ ആയി. റെപ്റ്റൈൽസിന് എത്രയാണ്? ജനറലി പറയുമ്പോൾ റെപ്റ്റൈൽസിന് 3 ചേംബേർഡ് ആണ്, എക്സെപ്റ്റ് ക്രോക്കോഡൈൽ. ഇനി ബേർഡ്സിന് എത്രയായി? 4 ചേംബേർഡ് ആയി. അപ്പോ ഓപ്ഷൻ എ ആൻസർ ആവൂ? ഇല്ല. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ക്രോക്കോഡൈലിന് 4 ചേംബേർഡ് ഹാർട്ട് ആണ് ഉള്ളത്. ബേർഡ്സിനും അഗെയിൻ 4 ചേംബേർഡ് ഹാർട്ട് ആണ് ഉള്ളത്. മാമൽസിനും 4 ചേംബേർഡ് ഹാർട്ട് ആണ് ഉള്ളത്. അപ്പൊ ഓപ്ഷൻ ബിയിൽ എല്ലാവർക്കും എങ്ങനെയാണ്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പോലെ 4 ചേംബേർഡ് ഹാർട്ട് ആണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ക്രോക്കോഡൈൽസിന് 4 ചേംബേർഡ് ഹാർട്ട്. ലിസേർഡ് എന്താണ്? ലിസേർഡ് റെപ്റ്റൈൽസിൽ വരുന്നതാണ്, അതുകൊണ്ട് അവർക്ക് 3 ചേംബേർഡ് ഹാർട്ട്. ടേർട്ടിൽസ് എങ്ങനെയാണ്? റെപ്റ്റൈൽസിന് വരുന്നതാണ്, അവർക്കും 3 ചേംബേർഡ് ഹാർട്ട്. ഇനി അഗെയിൻ ഇതുവരെ ഡിസ്കസ് ചെയ്താണ് ലിസേർഡ്, മാമൽസ്, ബേർഡ്സ്. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി സൊല്യൂഷൻ വായിക്കുകയാണെങ്കിൽ ക്രോക്കോഡൈൽസ് എക്സെപ്ഷൻ ഇൻ റെപ്റ്റൈൽസ് ഹാവിംഗ് 4 ചേംബേർഡ് ഹാർട്ട്, ബേർഡ്സ് 4 ചേംബേർഡ് ഹാർട്ട്, മാമൽസ് 4 ചേംബേർഡ് ഹാർട്ട്. ഇനി ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇനി ആംഫീബിയൻസിന് എത്രയാണ്? 3 ചേംബേർഡ് ഹാർട്ട് ആണ്. ആൻഡ് വെൻട്രിക്കിൾ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡഡ്, അതായത് 2 ഏട്രിയ ഒരു വെൻട്രിക്കിൾ ആണ് ആംഫീബിയൻസിൽ കാണാൻ പറ്റുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് ആനിമൽസ് ഹാസ് നോൺ ഗ്ലാൻഡുലർ സ്കിൻ? അപ്പൊ നോൺ ഗ്ലാൻഡുലർ അതായത് കുറച്ച് ഗ്ലാൻസ് ഒന്നും സെക്രീറ്റ് ചെയ്യാത്ത ഡ്രൈ സ്കിൻ ആയിരിക്കലാണ് ഉള്ളത്. അപ്പൊ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് സ്നേക്ക് ആൻഡ് ഫ്രോഗ്, ഓപ്ഷൻ ബി കമീലിയൻ ആൻഡ് ടേർട്ടിൽ, ഓപ്ഷൻ സി ഫ്രോഗ് ആൻഡ് പീജൻ, ഓപ്ഷൻ ഡി ക്രോക്കഡൈൽ ആൻഡ് ടൈഗർ. നമുക്കറിയാം റെപ്റ്റൈൽസിന് അവര് ദേ ആർ നോൺ ഫോർ ദർ എന്ത് ഡ്രൈ കോർണിഫൈഡ് സ്കിൻ, അതായത് അവർക്ക് ഗ്ലാൻസ് ഒന്നുമില്ല, നല്ല ഡ്രൈ നോൺ ഗ്ലാൻഡുലർ സ്കിൻ ആണ്, അവർക്ക് സ്കെയിൽസും ഉണ്ട്. ഇനി ബാക്കിയുള്ള ഫ്രോഗിനും പീജിയനും ടൈഗറിനും ഒക്കെയാണ് എന്ത് മോഡിഫിക്കേഷൻസ് ഉള്ളത് സ്കിന്നില്. ആൻഡ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം, ഓയിൽ സെക്രീറ്റിംഗ് ഗ്ലാൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോ നോൺ ഗ്ലാൻഡുലർ സ്കിൻ ചോദിച്ചാൽ എന്ത് പറയും? ഇതില് ടേർട്ടിൽ ഏതാണെന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ടേർട്ടിൽ അല്ല, ക്ലാസ് റെപ്റ്റീലിയയിൽ വരുന്നത് ഏതാണ്, ഏതൊക്കെ മെമ്പേഴ്സ് ആണ്, അതേതാണ്? കമീലിയൻ റെപ്റ്റൈൽ ആണ്, ടേർട്ടിലും റെപ്റ്റൈൽ ആണ്. അപ്പൊ ഓപ്ഷൻ എന്താവും? ബി ആവും ആൻസർ. ഇനി ഇവിടെ ടൈഗർ വന്നപ്പോ ആൻസർ പോയി, തെറ്റായി. ബാക്കി ക്രോക്കഡൈൽ റെപ്റ്റൈൽ തന്നെയാണ്. ഇനി പീജിയൻ ആൻഡ് ഫ്രോഗ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പീജിയനില് ബേർഡ് ആയതുകൊണ്ട് എങ്ങനെയാ നമുക്ക് നോൺ ഗ്ലാൻഡുലർ സ്കിൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഫ്രോഗിലും നമുക്കത് പറയാൻ പറ്റില്ല, കാരണം എന്താ? അവര് ആംഫീബിയൻ ആണ്. ഇനി സ്നേക്ക് ആൻഡ് ഫ്രോഗിന്റെ കേസിൽ എന്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആൻസർ എന്ത് തന്നെയായിരിക്കും? ഓപ്ഷൻ ബി. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ ബേർഡ്സ് ആൻഡ് മാമൽസ് ഷെയർ വൺ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ആസ് എ കോമൺ ഫീച്ചർ. അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? പിഗ്മെന്റഡ് സ്കിൻ. നമുക്കറിയാം പിഗ്മെന്റഡ് സ്കിൻ നമുക്ക് ഏതിന്റെ ഫീച്ചർ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ മാമൽസിന്റെ ഒരു ഫീച്ചർ ആയിട്ടാണ് പഠിച്ചത്. ഇനി ബേർഡ്സിന് പിഗ്മെന്റഡ് സ്കിൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മാമൽസിന് ഉണ്ട്, ബേർഡ്സിന് ഇല്ല. ഇനി ഓപ്ഷൻ ബി ചോദിച്ചിരിക്കുന്നത് എന്താ? ന്യൂമാറ്റിക് ബോൺസ്. നമ്മൾ ന്യൂമാറ്റിക് ബോൺ എന്ന് വെച്ചാൽ എന്താണ്? അതായത് വലിയ വെയിറ്റ് ഇല്ലാത്ത ബോൺസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ന്യൂമാറ്റിക് ബോൺ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ ബേർഡ്സ്. അതായത് ബേർഡ്സിന് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആയിട്ട് അവരുടെ ബോഡി വെയിറ്റ് കുറക്കാൻ വേണ്ടി അവർക്ക് എങ്ങനെയാണ് ന്യൂമാറ്റിക് ആയിട്ടുള്ള, അതായത് കാവിറ്റി കണ്ടെയ്നിങ് ആയിട്ടുള്ള ബോൺസ് കൊടുത്തു. അതായത് ഓസിഫിക്കേഷൻ നടക്കാണ്ട് അവർക്ക് കുറച്ച് വെയിറ്റ് കുറഞ്ഞ ന്യൂമാറ്റിക് ബോൺസ് കൊടുത്തു എന്നാണ് നമ്മൾ പഠിച്ചത്. ഇതിന്റെ അഡാപ്റ്റേഷൻ എന്തുകൊണ്ടാണ്? ടു റെഡ്യൂസ് ബോഡി വെയിറ്റ്. അതായത് അവർക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഈസിലി കേപ്പബിലിറ്റി കൊടുക്കാൻ വേണ്ടി അവരുടെ ബോഡി വെയിറ്റ് കുറക്കാൻ
ഇങ്ങനെ ബോൺസ് വിച്ച് ആർ ഫിൽഡ് വിത്ത് എയർ കൊടുത്തു. അപ്പൊ ഇത് ആരിൽ കാണാൻ പറ്റും? ബേർഡ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, മാമൽസിൽ കാണാൻ പറ്റില്ല. ഇനി വിവിപാരിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്? വിവിപാരിറ്റി എന്താണ്? ഗിവിംഗ് ബർത്ത് ടു ലൈവ് യങ് വൺസ്, അതായത് കുഞ്ഞുങ്ങൾക്ക്, അതായത് എഗ് ലേ ചെയ്യാണ്ട് ഡയറക്ട്ലി യങ് വൺസിനെ ഉണ്ടാക്കുക, അതാണ് വിവിപാരിറ്റി. ഇനി നമുക്കറിയാം ആരാണ് വിവിപാരിറ്റി കാണിക്കുന്നത്? വിവിപാരിറ്റി മാമൽസ് കാണിക്കും, പക്ഷെ ബേർഡ്സ് കാണിക്കില്ല. ബേർഡ്സ് എങ്ങനെയാണ്? ഓവിപാരസ് ആണ്, അതായത് എഗ് ലേയിങ് ആണ്. അപ്പൊ വിവിപാരിറ്റിയും ഓപ്ഷന് പോയി. ഇനി ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് വാം ബ്ലഡഡ് എന്നാണ് തന്നിരിക്കുന്നത്. വാം ബ്ലഡഡ് ആണോ? അതായത് വാം ബ്ലഡഡ് അല്ലെങ്കിൽ ഹോമിയോതെർമി നമുക്ക് പറയാം. ഹോമിയോതെർമി എങ്ങനെയാണ്? വാം ബ്ലഡഡ് ആനിമൽസിന്റെ എക്സാമ്പിൾ തന്നെ നമ്മൾ പഠിച്ചെന്താണ്? ബോത്ത് ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ ഇൻക്ലൂഡഡ്. അപ്പോ രണ്ടും ഷെയർ ചെയ്യുന്ന കോമൺ ഫീച്ചർ എന്താന്ന് വെച്ചാൽ ആൻസർ എന്ത് വരും? വാം ബ്ലഡഡ് നേച്ചർ അല്ലെങ്കിൽ ഹോമിയോതെർമി. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ പിഗ്മെന്റഡ് സ്കിൻ ആരുടെ അഡാപ്റ്റീവ് ഫീച്ചർ ആണ്? ഇൻ മാമൽസ്. ഇറ്റ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ബേർഡ്സ്. ബേർഡ്സിന് പിഗ്മെന്റഡ് സ്കിൻ ഇല്ല. ഇനി ന്യൂമാറ്റിക് ബോൺ നോക്കുകയാണെങ്കിൽ അവർ ഏതിലേ കാണാൻ പറ്റും? ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓൺലി സീൻ ഇൻ ബേർഡ്സ്. വിവിപാരിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് ബർത്ത് കൊടുക്കുക, അതായത് ഗിവിംഗ് ബർത്ത് ടു ലൈവ് യങ് വൺസ്. ഇനി അതാരെ കാണിക്കുന്നത്? ഓൺലി ബൈ മാമൽസ് ആൻഡ് നോട്ട് ബേർഡ്സ്. കാരണം എന്താ? ബേർഡ്സ് ലേ എഗ് ആണ് ചെയ്യാറ്. ഇനി ഹോമിയോതെർമി അല്ലെങ്കിൽ വാം ബ്ലഡഡ് നേച്ചർ ഏതാണ്? അതൊരു കോമൺ ഫീച്ചർ ആണ്. ആൻഡ് ഈ വാം ബ്ലഡഡ് ആനിമൽസിന്റെ പ്രത്യേകത എന്താണ്? ദേ ക്യാൻ മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി സറൗണ്ടിങ് എൻവയൺമെന്റ്. പുറത്തുള്ള എൻവയൺമെന്റൽ ചേഞ്ചസിനനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ അവരുടെ വേരി ചെയ്യില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 കടക്കുകയാണെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ആനിമൽസ് ബിലോങ് ടു സിംഗിൾ ടാക്സോണോമിക് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സെയിം ടാക്സോണോമിക് ഗ്രൂപ്പ് ആയിട്ടുള്ള ഓർഗാനിസംസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് എന്താ? കട്ടിൽ ഫിഷ്. നമുക്കറിയാം കട്ടിൽ ഫിഷ് നമ്മൾ ഏതിലാണ് പഠിച്ചത്? സെപ്പിയ അല്ലെങ്കിൽ കട്ടിൽ ഫിഷ് ബിലോങ് ടു ദി ഫൈലം മോളസ്ക. ഇനി അടുത്ത തന്നിരിക്കുന്ന ജെല്ലി ഫിഷ്, അത് ഏതിലായിരിക്കും? ജെല്ലി ഫിഷ് നമുക്കറിയാം ഇത് ഫൈലം നിഡേറിയയിലാണ് ബിലോങ് ചെയ്യുന്നത്. ഇനി സിൽവർ ഫിഷ് എന്താണ്? ഫൈലം ആർത്രോപോഡയിലാണ്. ഫൈലം ആർത്രോപോഡയിൽ പഠിച്ചപ്പോഴാണ് നമ്മൾ സിൽവർ ഫിഷിന്റെ എക്സാമ്പിൾ എടുത്തത്. അപ്പൊ അത് ഫൈലം ആർത്രോപോഡയായി. ഇനി ഡോഗ് ഫിഷ് അതേതാണ്? പീസസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് പീസസ് ഗ്രൂപ്പ്സിൽ, അതായത് ഫൈലം കോഡേറ്റയിലാണ് ഡോഗ് ഫിഷ് വരുന്നത്. അതായത് കാർട്ടിലേജിനസ് ഫിഷസിന്റെ കൂട്ടത്തിലാണ് നമ്മൾ സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ് പഠിച്ചത്. ഇനി സ്റ്റാർ ഫിഷ് വരുന്നത് ഫൈലം എക്കൈനോഡെർമേറ്റ. അപ്പൊ ആൻസർ എന്തായി? ഓപ്ഷൻ എ അല്ല നമുക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻ ബിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ബാറ്റ്. നമുക്കറിയാം ഏത് ഗ്രൂപ്പിലാണ്? ബേർഡ് അല്ല. ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും അവര് ബേർഡ് അല്ല, അവരെന്താണ്? ക്ലാസ് മമേലിയൻ ആണ് ബിലോങ് ചെയ്യുന്നത്. ഇനി അടുത്തത് പീജിയൻ എങ്ങനെയാണ്? ഏവ്സ്, ക്ലാസ് ഏവ്സിലാണ് ബിലോങ് ചെയ്യുന്നത്. ഇനി അവര് രണ്ടും ബാറ്റ് അതായത് ബീങ് എ മാമൽ ആൻഡ് പീജിയൻ ബീങ് എ മെമ്പർ ഓഫ് ഏവ്, ഈ രണ്ടെണ്ണവും ഫൈലം കോഡേറ്റയിലാണ് വരുന്നത്. ഇനി ബട്ടർഫ്ലൈ എടുത്തു നോക്കിയാലോ? തേർഡ് ഓപ്ഷനായ ബട്ടർഫ്ലൈ നമുക്കറിയാം അത് ഫൈലം ആർത്രോപോഡിലാണ് വരുന്നത്. അപ്പൊ അഗെയിൻ എങ്ങനെയായി? ഫൈലം കോഡേറ്റയും ഫൈലം നോൺ കോഡേറ്റയും ആയി. അപ്പൊ അതും എന്തായി? ആൻസർ അല്ല. ഇനി ഓപ്ഷൻ സി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മങ്കി, ചിമ്പാൻസി ആൻഡ് മാൻ. നമുക്കറിയാം മങ്കിയും ചിമ്പാൻസിയും മാനും ഏതിലാണ്? ക്ലാസ് മമേലിയയില് ബിലോങ് ചെയ്യുന്നതാണ്. ഓർഡർ പ്രൈമേറ്റില് ക്ലാസ് മമേലിയയിൽ ബിലോങ് ചെയ്യുന്നതാണ് 3 പേരും. അപ്പൊ സെയിം സെറ്റ് സിംഗിൾ ടാക്സോണോമിക് ഗ്രൂപ്പിൽ ഏതാണ് ശരി എന്ന് പറയാൻ പറ്റും? മങ്കി, ചിമ്പാൻസി ആൻഡ് മാൻ. ഇനി ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് സിൽക്ക് വർം, ടേപ്പ് വർം ആൻഡ് എർത്ത് വർം. സിൽക്ക് വർം ഏതിലാണ്? ഫൈലം ആർത്രോപോഡയിലാണ് ബിലോങ് ചെയ്യുന്നത്. ടേപ്പ് വർമോ? ഫൈലം പ്ലാറ്റി ഹെൽമിന്തസില്. ആൻഡ് എർത്ത് വർം ഫൈലം ആൻലിഡ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ എന്ത് മനസ്സിലായി? ഓരോ ഗ്രൂപ്പിലും അതായത് ഓരോ ഫൈലത്തിലെയും ഏത് എക്സാമ്പിൾസ് വ്യക്തമായിട്ട് അറിയണം എന്ന് മനസ്സിലായി. അതായത് കട്ടിൽ ഫിഷ് കാണുമ്പോൾ അതൊരു ഫിഷ് ആണോ നമ്മൾ തെറ്റിദ്ധരിക്കുക. നമുക്ക് എന്ത് മനസ്സിലാവണം? സെപ്പിയ അല്ലെങ്കിൽ കട്ടിൽ ഫിഷ് എന്ന് പറയുന്ന ഫൈലം മൊളസ്കയിലാണ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം. ജെല്ലി ഫിഷ് നിഡേറിയ, സിൽവർ ഫിഷ് ആർത്രോപോഡ, ഡോഗ് ഫിഷ് അത് മാത്രം ഏതാണ്? പീസസില്. ഇനി സ്റ്റാർ ഫിഷോ അത് ഫൈലം നോൺ കോഡേറ്റിലെ എക്കൈനോഡെർമേറ്റ്സിലും ആണ് വരുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് മീസോഗ്ലിയ ഇസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം ഇൻ ഒബീലിയ. ഒബീലിയ ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത്? ഒബീലിയ എന്ന് പറയുന്ന ഒരു നിഡേറിയൻ ആണ്. ആൻഡ് ഈ ഒബീലിയയില് അല്ലെങ്കിൽ നിഡേറിയനില് മീസോഗ്ലിയ ഉണ്ടോ? നമുക്കറിയാം മീസോഗ്ലിയ എന്ന് പറയുന്നത് ഏതിലാണ്? ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. ആൻഡ് അത് ഏതിലാണ്? ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം. ഇനി അത് ഉണ്ടെന്ന് പറഞ്ഞാല്, അതായത് അത് പ്രസന്റ് ആണെന്ന് പറഞ്ഞാല് എന്താണ്? അത് കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം എന്താണ്? 3 ലേയേഴ്സും ഇല്ല. മീസോഡേം ഇതുവരെ ഡെവലപ്പ് ആയിട്ടില്ല. ജസ്റ്റ് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ മാത്രമേ ഉള്ളൂ. ആൻഡ് ആ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഏതിനുണ്ട്? ഒബീലിയയിൽ ഉണ്ട്. ഞാൻ പഠിപ്പിച്ചത് ആനിമൽ കിങ്ഡത്തിൽ പഠിപ്പിച്ചൊന്നും കൂടി റിവൈസ് ചെയ്യാനാണെങ്കിൽ ജേം ലെയറിന്റെ ബേസിസിൽ 2 ഡിവിഷനാണ് നമ്മൾ കണ്ടത്. ഏതൊക്കെ? ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്. ആൻഡ് ഈ ഡിപ്ലോബ്ലാസ്റ്റിക്കില് എങ്ങനെയാണ്? ഒരു എക്ടോഡേമിന്റെ ലെയർ ഉണ്ട്, ഒരു എൻഡോഡേമിന്റെ ലെയർ ഉണ്ട്. അതായത് എൻഡോഡേം, എക്ടോഡേം. ഇനി ഇവരുടെ രണ്ടിന്റെയും നടുക്ക് ഒരു ജെല്ലി ലൈക്ക് ലെയർ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് മീസോഗ്ലിയ. ഇനി അത് ഏതിലാണ്? ഡിപ്ലോബ്ലാസ്റ്റിക്കിന്റെ താഴെ വരും. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക്കിൽ ഇതേ സാധനം എങ്ങനെ വരും? എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. 3 ലേയേഴ്സും സ്പെസിഫിക്കലി ഉണ്ട്. ഇനി എക്സാമ്പിൾ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിലെ ആദ്യം സീലൻ, ട്രേറ്റ ആൻഡ് ടീനോഫോറ, ഈ 2 എണ്ണത്തിലാണ് ഏതുള്ളത്? ഡിപ്ലോബ്ലാസ്റ്റിക് നമ്മൾ വിളിച്ചത്. മറ്റേ സ്പോഞ്ചസിന് എങ്ങനെയാണ്? ജസ്റ്റ് സെല്ലുലാർ ആയിട്ടുള്ള ലെവൽ ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഡിവിഷനോ ജേം ലേസോ ഇല്ല. ഇനി ബാക്കി പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ട് ബാക്കിയുള്ള കോഡേറ്റ വരെ എല്ലാവരും എങ്ങനെയാണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പൊ നമ്മളോട് ഇപ്പൊ ചോദിച്ചിരുന്നത് ഒബീലിയനെ പറ്റിയാണ്. ഒബീലിയ ഏതിൽ വരും? നിഡേറിയൻസിൽ അല്ലെങ്കിൽ സീലൻ ട്രേറ്റിൽ വരും, നമുക്കറിയാം. അപ്പൊ ഇത് ആ ഓപ്ഷൻ എന്തായി? അത് കറക്റ്റ് ആയി. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ജേം ലെയറിന്റെ ബേസിലെ ഡിഫറൻസസും ഡിഫറൻഷിയേഷനും ആൻഡ് അതിന്റെ എക്സാമ്പിളും. ഇനി ഓപ്ഷൻ ബി ചോദിച്ചിരിക്കുന്നത് എക്സിബിറ്റ്സ് റേഡിയൽ സിമെട്രി ആസ്റ്റീരിയാസ്. ആസ്റ്റീരിയാസ് എന്താണ്? ആസ്റ്റീരിയാസ് സ്റ്റാർ ഫിഷ് ആണ്. ആൻഡ് അവർക്ക് എങ്ങനെയാണ്? അവർക്ക് 2 തരത്തിലുള്ള സിമെട്രി ആണ് ഉള്ളത്. കാരണം എന്താണ്? എക്കൈനോഡെർമേറ്റ്സിൽ നമ്മൾ 2 എണ്ണാണ് പഠിച്ചത്. അഡൽട്ടിനും യങ് വണ്ണിനും വേറെ വേറെയാണെന്നാണ് പഠിച്ചത്. യങ് വണ്ണിന് ബൈലേറ്ററൽ സിമെട്രിയും അഡൽട്ടിന് റേഡിയൽ സിമെട്രിയും ആണ് നമ്മൾ പഠിച്ചത് ഇൻ ഫൈലം എക്കൈനോഡെർമേറ്റ്സ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സിബിറ്റ്സ് റേഡിയൽ സിമെട്രി. ആസ്റ്റീരിയസ് എക്സിബിറ്റ് ചെയ്യും റേഡിയൽ സിമെട്രി. അപ്പൊ നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി കുറച്ചും കൂടി സ്പെസിഫിക്കലി പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? അഡൽട്ട് ആയിട്ടുള്ള ഫൈലം എക്കൈനോഡെർമേറ്റ്സിലെ ആൾക്കാരാണ് റേഡിയൽ സിമെട്രി കാണിക്കുന്നത്. അപ്പൊ അത് അഗൈൻ എന്തായി? ശരിയായി. ഇനി ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ഫാഷിയോള ഇസ് എ സ്യൂഡോസീലമേറ്റ് ആനിമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? അവർക്ക് ഫോൾസ് സീലമാണ്. അതായത് അവരുടെ എന്ത് ബോഡി ക്യാവിറ്റിയിൽ എന്തുണ്ട്? സ്യൂഡോസീലം. ആൻഡ് അവർക്ക് എങ്ങനെയാണ്? മീസോഡേം ഒരു പൗച്ചസ് പോലെയാണ് ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് എൻഡോഡേം കാണുന്നത്. സീലം ഒന്നിക്കിൽ എങ്ങനെയാവാം? സീലമേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് അവർക്ക് വ്യക്തമായ സീലം ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എ സീലമേറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് കംപ്ലീറ്റ്ലി സീലം ഉള്ളവരെങ്ങനെയായിരിക്കും? അവർക്ക് സീലം ഇസ് പ്രസന്റ് വിച്ച് ഇസ് ലൈൻഡ് ബൈ മീസോഡേം. അത് മീസോഡേമിന്റെ സെൽസ് കൊണ്ട് ലൈൻ ചെയ്തിരിക്കുന്ന സീലം അവർക്കുണ്ട്. ഇതെന്തായി? സീലമേറ്റ്. ഇനി എ സീലമേറ്റ് ആണെങ്കിൽ എന്താണ്? അവർക്ക് സീലം എന്ന് പറയുന്ന സാധനേ ഇല്ല, പ്രസന്റ് അല്ല. അവിടെ ഫുൾ എങ്ങനെയാണ്? സെല്ല് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് വിളിച്ചു? എ സീലമേറ്റ് എന്ന് വിളിച്ചു. ഇനി സ്യൂഡോസീലം എന്താണ്? സ്യൂഡോസീലം എന്ന് പറഞ്ഞാല് 3 ലേയേഴ്സ് ഉണ്ട്. ഇനി അവർക്ക് സീലം കംപ്ലീറ്റ്ലി ഇല്ല, പക്ഷെ അവർക്ക് എങ്ങനെയാണ്? ബോഡി ക്യാവിറ്റീസ് ഉണ്ട്. അതായത് വിച്ച് ആർ പ്രസന്റ് ആസ് പൗച്ചസ്. അതായത് സ്കാറ്റേർഡ് ആയിട്ടുള്ള പൗച്ചസ് ആണ് ബിറ്റ്വീൻ എൻഡോഡേം ആൻഡ് എക്ടോഡേം. ആൻഡ് സ്യൂഡോസീലമേറ്റിന്റെ എക്സാമ്പിൾ എന്തായിരുന്നു നമ്മൾ കണ്ടത്? ഒരൊറ്റ എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ, ആസ്റ്റൽ മിന്തസ്. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫാഷിയോള ഇസ് എ സ്യൂഡോസീലമേറ്റ് ആനിമൽ ആണ്. ഫാഷിയോള ഏതിലാണ്? ഫാഷിയോള ഹെപ്പാറ്റിക്ക വരുന്നത്
പ്ലാറ്റി ഹെൽമിന്തസിലാണ്. പ്ലാറ്റി ഹെൽമിന്തസ് നമ്മൾ ഏതിലാണ് പഠിച്ചത്? പ്ലാറ്റി ഹെൽമിന്തസ് എ സീലമേറ്റിന്റെ കൂടെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആ ഓപ്ഷൻ എന്തായി? തെറ്റായി. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഫാഷിയോളൈസ് എന്താണ് വരേണ്ടത്? എ സീലമേറ്റ് ആനിമലിലായിരുന്നു വരേണ്ടിയിരുന്നത്. ഇനി ഓപ്ഷൻ ഡി അഗെയിൻ പറയുന്നത് എന്താണ്? ടീനിയ ഇസ് എ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. അതെന്താണ്? അത് അഗെയിൻ ശരിയായി. അതെന്താ? ടീനിയക്ക് എന്തൊക്കെ ഉണ്ട്? 3 ജെർമിനൽ ലേയേഴ്സ് ഉണ്ട്. എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ എന്തായി? ട്രിപ്ലോബ്ലാസ്റ്റിക് ആയി. പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ട് കോഡേറ്റ് വരെ ആര് ചോദിച്ചാലും എങ്ങനെയാണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കാം. അപ്പൊ ഫാഷിയോള സ്യൂഡോസീലമേറ്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താ? അവർ ശരിക്കും എ സീലമേറ്റ് ആണ്. കാരണം ഇറ്റ് കംസ് അണ്ടർ പ്ലാറ്റി ഹെൽമിന്തസ്. ഇനി മീസോഗ്ലിയ എന്താണ്? വിച്ച് ഇസ് ആൻ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ. അത് ഏതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. അതായത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, 2 ലെയർ ഉണ്ട്. ആൻഡ് അവർക്ക് അതിന്റെ നടുക്ക് എന്തുണ്ട്? ഒരു ജെലി ലൈക്ക് സബ്സ്റ്റൻസ് ഫിൽ ആയിട്ടുള്ള ഒരു ലെയറും കൂടി ഉണ്ട് ബിറ്റ്വീൻ എക്ടോഡം ആൻഡ് എൻഡോഡം. ഇനി സിമെട്രി എങ്ങനെയാണ്? സിമെട്രി എന്ന് പറയുന്നത് ബോഡീനെ ഈക്വൽ ഐഡന്റിക്കൽ ഹാഫ്സിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി റേഡിയൽ സിമെട്രി എന്താണ്? ഏത് പ്ലെയിൻ ഫ്രം എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദി സെൻട്രൽ ആക്സിസ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ബോഡി പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അത് ആസ്റ്റീരിയസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഓപ്ഷനും ശരിയായ. ടീനിയ അഗെയിൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. കാരണം എന്താ? പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ട് കോഡേറ്റ് വരെ എല്ലാവരും ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഇൻകറക്റ്റ്? ഏതാണ് തെറ്റ്? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഇൻ കോക്രോച്ചസ്. എന്ത്? കോക്രോച്ചസിലും പ്രോൺസിലും എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ occurs through malpighian tubules എന്നാണ് തന്നിരിക്കുന്നത്. രണ്ടുപേരും ഏത് ഫൈലത്തിലാണ് ബിലോങ് ചെയ്യുന്നത്? ആർത്രോപോഡ്സിന്റെ താഴെ വരുന്നതാണ്. ഏതൊക്കെ? കോക്രോച്ചും പ്രോൺസും. ഇനി നമ്മള് കോക്രോച്ച് ആർത്രോപോഡ്സിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിച്ചപ്പോ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? പ്രോൺസിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണ്. അല്ലാണ്ട് സ്പെസിഫിക്കലി അവർക്ക് എന്തില്ല? മാൽപിജിയൻ ട്യൂബ്യൂൾസ് ഇല്ല. ഇനി ബാക്കി തന്നിരിക്കുന്നത് എന്താണ്? കോക്രോച്ചിന് മാൽപിജിയൻ ട്യൂബ്യൂൾസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ടുപേർക്കും മാൽപിജിയൻ ട്യൂബ്യൂൾസ് ആണെന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ എന്തായി? അത് തെറ്റായി. കാരണം എന്താ? പ്രോൺസിന് ഗ്രീൻ ഗ്ലാൻസ് വഴിയാണ് എക്സ്ക്രീഷൻ നടക്കുക. ഇനി ഓപ്ഷൻ എ തന്നെ നമുക്ക് തെറ്റാന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻ ടീനോഫോർസ് ലോക്കോമോഷൻ ഇസ് മീഡിയേറ്റഡ് ബൈ കോംബ് പ്ലേറ്റ്സ്. എങ്ങനെയാണ്? ടീനോഫോർസിന് നമുക്കറിയാം എന്തുണ്ട്? കോംബ് പ്ലേറ്റ്സ് ഉണ്ട്. അതായത് NCERT ഒരു ഡയഗ്രം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. NCERT ഒരു ഡയഗ്രത്തിൽ അവർ കൃത്യം എന്ത് തന്നിട്ടുണ്ട്? ടീനോഫോറിന്റെ ഒരു പ്ലൂറോബ്രാക്കിയന്റെ ഇത് തന്നിരിക്കുന്നു. ആൻഡ് അവർക്ക് എങ്ങനെയാണ്? അവരുടെ ടീനോഫോറൻസിൽ എല്ലാവരുടെയും ബോഡിയിൽ എന്തുണ്ട്? 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോം പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നത്. 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോം പ്ലേറ്റ്സ് അവർക്ക് എന്തുണ്ട്? ടീനോഫോർസിന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഓപ്ഷൻ സി തന്നിരിക്കുന്നത് എന്താ? ഇൻ ഫാഷിയോള ഫ്ലെയിം സെൽസ് ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ. ഫാഷിയോള എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ്. ഇനി പ്ലാറ്റി ഹെൽമിന്തസിൽ എങ്ങനെയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്? ഏത് വഴിയാണ്? ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ സൊളീനോസൈറ്റ്സ് വഴിയാണ്. അപ്പൊ അതും ശരിയായി. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് കടക്കുകയാണെങ്കിൽ എർത്ത് വർംസ് എങ്ങനെയാണ്? ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ആൻഡ് യെറ്റ് ക്രോസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. അതായത് എർത്ത് വർംസിന് ഒരു ജീവിയുടെ ഉള്ളിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഓർഗൻസും ഉണ്ട്. അതായത് മെയിലും ഫീമെയിലും. അതായത് അവര് എങ്ങനെയാണ്? കണ്ടെയ്നിങ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആണ്. സ്റ്റിൽ അവർക്ക് ക്രോസ് ഫെർട്ടിലൈസേഷൻ നടക്കും. അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതും ശരിയായി. അപ്പൊ ഓപ്ഷൻ എന്ത് തന്നെയായി? 8th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ തന്നെയായി. ഇവിടെ സൊല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് മാൽപിജിയൻ ട്യൂബ്യൂൾസ് മോസ്റ്റ് ഓഫ് ദി ഇൻസെക്ട്സിൽ കാണാം, ഇൻക്ലൂഡിങ് കോക്രോച്ച്. പക്ഷെ ക്രസ്റ്റേഷ്യൻസിൽ, അതായത് പ്രോൺസിന്റെ പോലത്തെ ഓർഗാനിസത്തിൽ എക്സ്ക്രീഷൻ നടത്തുന്ന ആരാണ്? ഗ്രീൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ചോദിച്ചിരിക്കുന്നത്
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഒവിപാരസ്. ഒവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ് ലേയിങ്. അപ്പൊ ഓപ്ഷൻ എ പറയുന്നത് പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസ് എന്താണ്? നമുക്കറിയാം ഒരു എഗ് ലേയിങ് മാമൽ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എന്തെന്ന് പഠിച്ചത്? പ്ലാറ്റിപ്പസ് പഠിച്ചത്. അല്ലാണ്ട് ബാക്കിയുള്ള മാമൽസ് ഒക്കെ എങ്ങനെയായിരുന്നു? ബാക്കിയുള്ള മാമൽസ് ഒക്കെ വിവിപാരസ് ആയിരുന്നു. അപ്പൊ അതിലൊരു എക്സെപ്ഷൻ ആയ പ്ലാറ്റിപ്പസ് എന്തായി? എഗ് ലേയിങ് ആയതുകൊണ്ട് അത് ഓപ്ഷൻ ശരിയായി. ബാക്കി മൂന്നും ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ബാറ്റ്, എലിഫന്റ്, വെയിൽ ഒക്കെ എങ്ങനെയാണ്? അവര് യങ് വൺസിന് ബർത്ത് കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആണ്. അപ്പോ ഈ മൂന്നാളും പ്ലാറ്റിപ്പസ്, ബാറ്റ്, എലിഫന്റ്, വെയിൽ ഇവരൊക്കെ എങ്ങനെയാണ്? ക്ലാസ് മമേലിയയിലെ ഗ്രൂപ്പാണ് വിച്ച് കംസ് അണ്ടർ സബ് ഫൈലം വെർട്ടിബ്രേറ്റ. ഇനി പ്ലാറ്റിപ്പസ് എഗ് ലേയിങ് ആണ്, ബാക്കിയുള്ളതൊക്കെ വിവിപാരസ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ പോയിസണസ് സ്നേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഏതാണ് ഇതില് നോൺ പോയിസണസ് സ്നേക്ക്? ഓപ്ഷൻ എ കോബ്ര, ഓപ്ഷൻ ബി വൈപ്പർ, ഓപ്ഷൻ സി പൈത്തൺ ആൻഡ് ഡി ക്രേറ്റ്. അപ്പോ നമുക്ക് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ജനറൽ നോളജ് പോലെയാണ്. പൈത്തൺ എങ്ങനെയാണ്? പൈത്തണിന് സൈസ്, തിക്നെസ് നല്ല കൂടുതലാണ്. ആൻഡ് പൈത്തൺ അത്രയും കൂടുതൽ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ എങ്ങനെയാണ് അവരുടെ എതിരാളികൾ അല്ലെങ്കിൽ അവരുടെ പ്രേസിനെ കൊല്ലുന്നത്? ബൈ കൺസ്ട്രക്ഷൻ ഓഫ് ദെയർ ബോഡി, അല്ലാണ്ട് എങ്ങനെയാണ്? വിഷം ഇൻജെക്ട് ചെയ്തിട്ടല്ല. അപ്പൊ അതെങ്ങനെയായി? നോൺ പോയിസണസ് ആയി. ഇനി നോൺ പോയിസണസ് സ്നേക്കിന്റെ, നോൺ വെനമസ് അല്ലെങ്കിൽ നോൺ പോയിസണസ് സ്നേക്കിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? ഫസ്റ്റ് പൈത്തൺ എഴുതാം, ബാൻഡഡ് റേസർ, റാറ്റ് സ്നേക്ക്, സാൻഡ് ബോവ. ഈ പറയുന്ന സ്നേക്സ് ഒക്കെ എങ്ങനെയാണ്? നോൺ പോയിസണസ് ആണ്. ഗ്രീൻ സ്നേക്സും എങ്ങനെയാണ്? നോൺ പോയിസണസ് ആണ്. അപ്പോ റേസേഴ്സ്, പിന്നെ ഏതാണ്? ബോവാസ് അല്ലെങ്കിൽ സാൻഡ് ബോവ, പൈത്തൺ, റാറ്റ് സ്നേക്ക് ഇതൊക്കെ തന്നെയാണ് നോൺ പോയിസണസ് ആണ്. ഇനി ബാക്കിയുള്ള ഏത് ചോദിച്ചാലും എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് പോയിസണസ് ആണെന്ന് പറയാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ബാക്കിയുള്ള എക്സാമ്പിൾ ഇവിടുന്ന് ഉണ്ട്. കോബ്ര, വൈപ്പർ, ക്രീറ്റ് ഇതൊക്കെ പോയിസണസ് ആണ്. ഇനി 11th ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ്. ഇനി മാച്ച് ദ ഫോളോയിങ്ങിൽ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് ഡിവിഷൻ ഓഫ് ലേബർ, അവരുടെ എങ്ങനെയാണ് നടക്കുന്നത്. അതായത് ചോദിച്ചിരിക്കുന്ന ഓർഗൻ ലെവൽ, ഈ തന്നിരിക്കുന്ന ഏതിലാണ് ഓർഗൻ ലെവൽ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ? നമുക്കറിയാം സ്പോഞ്ചില്ല, സ്പോഞ്ചസ്. ഫെററ്റിമ എന്താണ്? എർത്ത് വേം. എർത്ത് വേമിന് എങ്ങനെയാണ്? എർത്ത് വേം അനലിറ്റ്സ് ആണ്, അവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഫെററ്റിമ ഓർഗൻ സിസ്റ്റം. ഇനി സെല്ലുലാർ അഗ്രിഗേറ്റ് ലെവൽ, ഏറ്റവും ബേസിക് ലെവൽ കാണിക്കുന്ന എന്താണ്? സ്പോഞ്ചസ് ആണ്. അപ്പൊ അത് മാർക്ക് ചെയ്യാം ആദ്യം തന്നെ, അതായത് B2 എന്ന് മാർക്ക് ചെയ്യാം. ഇനി ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ഏതാണ്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണുന്ന ഒബീലിയ ആണ്. ഒബീലിയ കംസ് അണ്ടർ നിഡേറിയൻസ്. ഇനി ഓർഗൻ ലെവൽ ഏതാണ്? ഓർഗൻ ലെവൽ കുറച്ചും കൂടി ഉയർന്ന പ്ലാറ്റി ഹെൽമിന്തസിലൊക്കെ എങ്ങനെയാണ്? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ആസ്റ്റൽ മിന്തസ് തൊട്ടാണ് ഓർഗൻ സിസ്റ്റം ലെവൽ. അത് ഞാൻ സൈഡിൽ എഴുതാണെങ്കിൽ സ്പോഞ്ചസില് സെല്ലുലാർ ലെവലാണ്. അത് കഴിഞ്ഞ് വരുന്ന നിഡേറിയൻസ് എങ്ങനെയാണ്? ടിഷ്യൂ ലെവലാണ്. നിഡേറിയൻസ് കഴിഞ്ഞ് നമ്മൾ ഏതാണ് കണ്ടത്? ടീനോഫോറൻസ്. ടീനോഫോറൻസ് എങ്ങനെയാണ്? ടിഷ്യൂ ലെവൽ തന്നെയാണ്. പിന്നെ പ്ലാറ്റി ഹെൽമിന്തസ് ഓർഗൻ ലെവൽ. പിന്നെ ബാക്കിയുള്ള ആസ്റ്റൽ മിന്തസ് തൊട്ട് ബാക്കിയുള്ള കോഡേറ്റ് വരെയുള്ള എല്ലാവരും എങ്ങനെയാണ്? ഓർഗൻ സിസ്റ്റം ലെവൽ. അപ്പോ ഇത്രയും കാര്യം ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാല് നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതായിരിക്കും? ആദ്യം ചോദിച്ചിരിക്കുന്നത് 1 ഏതാണ്? 1D കാണിക്കുന്നത് ഇതാണ്. 1D, 2A, 3B, 4C. അപ്പൊ ഓപ്ഷൻ എന്തായി? ഓപ്ഷൻ സി ആണ് 11th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 12th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബോഡി കാവിറ്റി എങ്ങനെയാണ്? ക്യാവിറ്റി പ്രസന്റ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ഇൻ സം ആനിമൽസ് ബോഡി ക്യാവിറ്റി ഇസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം. മീസോഡ് അവർക്ക് എന്തുണ്ട്? ബോഡി ക്യാവിറ്റി ഉണ്ട്,
പക്ഷെ അവര് എങ്ങനെയല്ല, ഇറ്റ് ഇസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം. അങ്ങനെയുള്ള ആനിമൽസിനെ എന്താണ് നമ്മൾ വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ സീലമിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ഏത് സീലമൈറ്റിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സീലം നമ്മൾ ഇച്ചിരി മുമ്പ് വരച്ചതാണ്. എങ്ങനെ ബോഡി കാവിറ്റി ഉണ്ട്, പക്ഷെ നോട്ട് ലൈൻഡ് ബൈ മീസോഡെർമൽ സെൽസ്. സീലമൈറ്റിൽ എങ്ങനെയാണ്, ലൈൻഡ് ബൈ മീസോഡെർമൽ സെൽസ് ആണ്. ഇനി ഏ സീലമൈറ്റിൽ സീലമേ ഇല്ല. സീലമേ ഇല്ലെങ്കിൽ പിന്നെ അതിന് ലൈൻഡ് ആണോ അല്ലയോ ചോദിക്കുന്നതിന് ആൻസർ ഇല്ലല്ലോ. അപ്പൊ ആൻസർ എന്ത് വരും? സ്യൂഡോ സീലമൈറ്റിൽ സീലം ഉണ്ട്, സീനസ് സ്കാറ്റേർഡ് പൗച്ചസ്, ബട്ട് വിച്ച് ഇസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡെർമൽ സെൽസ്. അപ്പൊ ആൻസർ എന്ത് വരും? സ്യൂഡോ സീലമേറ്റ്. അതിന്റെ ആൻസർ സ്യൂഡോ സീലമേറ്റ്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സ്യൂഡോ സീലമേറ്റിൽ ഏതെങ്കിലും ആസ്റ്റൽമിന്തസിന്റെ എക്സാമ്പിൾ എഴുതി കൊടുക്കാം. ഇനി 13th ക്വസ്റ്റ്യൻ അഗൈൻ എന്താണ്? മാച്ച് ദ ഫോളോയിങ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ പോറിഫെറ എന്താണ് കാണിക്കുന്നത്? എന്താണ് നമുക്കറിയാം, വാട്ടർ കനാൽ സിസ്റ്റം ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? പോറിഫെറ പറയും. പക്ഷെ വാട്ടർ വാസ്ക്യുലർ സിസ്റ്റം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എക്കൈനോഡെർമേറ്റ്സ് പറയും. അപ്പൊ വാട്ടർ വാസ്ക്യുലർ സിസ്റ്റം എക്കൈനോഡെർമേറ്റിൽ മാർക്ക് ചെയ്യാം, പോറിഫെറക്ക് കനാൽ സിസ്റ്റം മാർക്ക് ചെയ്യാം. ഇനി മസ്ക്യുലർ ഫാരിൻസ്. മസ്ക്യുലർ ഫാരിൻസ് ചോദിച്ചാൽ എന്ത് പറയും? നമുക്കറിയാം ആസ്റ്റൽമിന്തസിലാണ് ആദ്യമായിട്ട് മസ്ക്യുലർ ഫാരിൻസ് കണ്ടുപിടിച്ചത്. ആസ്റ്റൽമിന്തസിന് മസ്ക്യുലർ ഫാരിൻസ് വന്നു. ഇനി അടുത്തെന്താണ്? അനലിഡ്സിൽ എങ്ങനെയാണ്? അനലിഡ്സിൽ നമുക്കറിയാം ജോയിന്റഡ് അപ്പൻഡേജസ് നമുക്ക് കാണാൻ പറ്റും. സോറി അനലിഡ്സിൽ എങ്ങനെയാണ്? മെറ്റാമറിസം നമുക്ക് കാണാൻ പറ്റും. ജോയിന്റഡ് അപ്പൻഡേജസ് ഏതിലാണ്? ആർത്രോപോഡ്സ് ലൈക്ക് കോക്രോച്ചിലാണ് നമ്മൾ ജോയിന്റഡ് അപ്പൻഡേജസ് കണ്ടത്. അപ്പൊ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ആർത്രോപോഡ്സിന് ഏത് വരും? D4 വരും, C5 വരും. അപ്പൊ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ A1, അതായത് A1 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇനി ബി ഏതാ നമുക്കറിയാം? 3 ആണ്, C5, D4, E2. അപ്പൊ ആൻസർ എന്ത് വന്നു? 13th ക്വസ്റ്റ്യൻ ആൻസർ C ആണ്, നമുക്ക് മനസ്സിലായി. ഇനി very short answer type questions. First question, identify the phylum in which adult exhibits radial symmetry and larva exhibits bilateral symmetry. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് Asterias. For example, Asterias which comes under phylum Echinodermates എങ്ങനെയാണ്? അവരുടെ യങ് വോൺസിന് ബൈലാറ്ററൽ സിമെട്രിയും അഡൽട്ട് ആയിട്ടുള്ളതിന് റേഡിയൽ സിമെട്രി ആണ്. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് എഴുതാം? ഇൻ ദ ഫൈലം Echinodermata. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകണമെങ്കിൽ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ് ആൻഡ് എയർ സാക്സ് ഇൻ ഏവ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏവ്സ് അല്ലെങ്കിൽ ബേർഡ്സിന്റെ ഗ്രൂപ്പിൽ ന്യൂമാറ്റിക് ബോൺസ് ആൻഡ് അവർക്ക് എയർ സാക്ക് ഉണ്ട് നമുക്കറിയാം. ഇതിന്റെ ഒക്കെ ഗുണം എന്താണ്, അല്ലെങ്കിൽ യൂസേജ് എന്താണ്, യൂട്ടിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം ക്ലാസ് ഏവ്സിൽ മോസ്റ്റ്ലി എങ്ങനെയാണ്? ഫ്ലൈറ്റ് ഉള്ള ബേർഡ്സ് ആണ് പ്രസന്റ്. ആൻഡ് അവരുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസിൽ കുറെ കാര്യങ്ങൾ വരും. അതിൽ വൺ ഓഫ് ദ തിങ് ആണ് ഫോർ ലിംബ് എങ്ങനെ വന്നു? മോഡിഫൈ ചെയ്ത് വിങ് ആയി. പിന്നെ അവരുടെ ഹൈൻഡ് ലിംബ് സ്കെയിൽ ഉള്ളതായതുകൊണ്ട് അവർക്ക് വാക്കിംഗ്, സ്വിമ്മിങ്, ക്ലാസ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ആൻഡ് അവർക്ക് ഓരോ ബാക്കിയുള്ള സ്കിന്നൊക്കെ ഡ്രൈ ആണ് എക്സെപ്റ്റ് ഒരു ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദി ബേസ് ഓഫ് ദി ടെയിൽ. ഇനി അവരുടെ എൻഡോസ്കെലിറ്റൻ എടുത്ത് നോക്കിയാൽ ഫുള്ളി ഓസിഫൈഡ് ആണ്. ഓസിഫൈഡ് അല്ലെങ്കിൽ ബോണിയാന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അവർക്ക് എങ്ങനെയാണ്? അവരുടെ ലോങ് ബോൺ ആർ ഹോളോ വിത്ത് എയർ കാവിറ്റീസ്. അതായത് ഹോളോ ആയിട്ടുള്ള വലിയ ലോങ് ആയിട്ടുള്ള ബോൺസ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ എയർ കാവിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ എയർ കാവിറ്റി കണ്ടെയ്നിങ് ലോങ് ബോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂമാറ്റിക് എന്ന് വിളിക്കുന്നത്. ന്യൂമാറ്റിക് എന്ന് പറഞ്ഞാൽ എയർ കാവിറ്റി കണ്ടെയ്നിങ് ആയിട്ടുള്ള ലോങ് ബോൺസ്. ഇനി ഇതൊക്കെ എന്താന്ന് നമുക്ക് പറയാൻ പറ്റും? ഫ്ലൈറ്റിനുള്ള ഓരോ അഡാപ്റ്റേഷൻസ് ആണെന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇനി അവർക്ക് ഒരു സാധനം കൂടി ഉണ്ട്, എന്ത്? എയർ സാക്സ്. ആൻഡ് ഈ എയർ സാക്സ് എന്തിനോട് കണക്റ്റഡ് ആണ്? കണക്റ്റഡ് ടു ലങ്സ്. ഈ ലങ്സിനോട് കണക്റ്റഡ് ആവുന്നത് എന്തിനാണ്? ടു സപ്ലിമെന്റ് റെസ്പിറേഷൻ, അതായത് അവരുടെ റെസ്പിറേറ്ററി റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നീഡ് മീറ്റ് ചെയ്യാൻ. അപ്പോ
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലാസ് എയ്ഡ്സിൽ കണ്ടു, അല്ലെങ്കിൽ ബേർഡ്സിൽ കണ്ടു. ഫോർ ലിംബിന്റെ മോഡിഫിക്കേഷൻ, എൻഡോസ്കെലിറ്റൻ എങ്ങനെയാണ് ആൻഡ് എയർ സാക്സ് എങ്ങനെയാണെന്നുള്ളത് കാര്യം. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ് ആൻഡ് എയർ സാക്സ് വെച്ചാൽ ന്യൂമാറ്റിക് ബോൺസ് ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ്, ബോഡി വെയിറ്റ് കുറക്കാനുള്ള ആൻഡ് ഫെസിലിറ്റേറ്റ് ഫ്ലൈയിങ്. ഇനി എയർ സാക്സ് എന്താണ്? എയർ സാക്സ് ഉള്ളത് കൊണ്ട് അവർക്ക് എയർ സാക്സ് ആർ കണക്റ്റഡ് ടു ലങ്സ്. ഇനി ഈ ലങ്ങിനോട് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് റെസ്പിറേഷൻ സപ്ലിമെന്റഡ് ആവും ആൻഡ് അവർക്ക് ബോയൻസിയും കൊടുക്കും. ബോയൻസി ആകുമ്പോൾ എന്താ പറ്റും? ഫ്ലൈറ്റിൽ കുറച്ചും കൂടി ഒരു മേലോട്ടുള്ളൊരു ഇത് കൂടിയാൽ അവർക്ക് എളുപ്പത്തിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, മെറ്റാജെനസിസ് എന്താണ് ആൻഡ് ഒരു എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നു. മെറ്റാജെനസിസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്താണ്. എന്താണ്? നമുക്കറിയാം ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് പറയുക. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനിൽ നമ്മൾ ഏറ്റവും കണ്ട മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ എന്താണ്? ഒബീലിയ. ആൻഡ് ഈ ഒബീലിയയിൽ എങ്ങനെയാണ് പോളിപ്പും മെഡ്യൂസയും അവരുടെ ലൈഫ് സൈക്കിള് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പോളിപ്പ് സെക്ഷുവലി മെഡ്യൂസയാവും ആൻഡ് മെഡ്യൂസ സെക്ഷുവലി പോളിപ്പ് ആവും. അപ്പോ എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സീലൻഡ്രേറ്റ്സ്. ഇനി അതെന്താണ്? അതൊരു ഫിനോമിനൻ ആണ് ഇൻ വിച്ച് വൺ ജനറേഷൻ റീപ്രൊഡ്യൂസ് asexually ഫോളോഡ് ബൈ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ജനറേഷൻ ഇൻ ബോത്ത് ദ ഫോംസ്. എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അതുകൊണ്ട് അതിനെന്തെന്ന് വിളിക്കാം? ഇറ്റ് ഇസ് ദ ഫോൾസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കാം. അപ്പൊ അതിന്റെ ആൻസർ എന്തായി? അതിന്റെ ആൻസർ ഇത്രയും കാര്യങ്ങൾ പറയാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫെതേഴ്സ്? അതായത് ബേർഡ്സിന് ഫെതേഴ്സ് എന്തിനാണ് വേണ്ടത്, അതിന്റെ നീഡ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡിൽ നമ്മൾ ഇത്രയും നേരം ന്യൂമാറ്റിക് ബോൺസും ബോയൻസി കൊടുക്കാൻ എയർ സാക്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതേപോലെ തന്നെയാണ് എന്തും ഫെതേഴ്സും ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഫെതേഴ്സ് ഉള്ളത് കൊണ്ട് അവന്റെ ബോഡി വെയിറ്റ് ലൈറ്റർ ആവും, ഫ്ലൈറ്റ് ഈസിയർ ആവും. ബോഡി വെയിറ്റ് ലൈറ്റർ ഹെൽപ്സ് ഇൻ ഫ്ലൈറ്റ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, which group of chordates possess sucking and circular mouth without jaws? അതായത് ജോലെസ് ആയിട്ടുള്ളത് ഏതാണ്? NCERT ബുക്ക് തുറക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ടേബിളിന്റെ താഴെ ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ജോലെസ് വെർട്ടിബ്രേറ്റിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ഇതായിരുന്നു, പെട്രോമൈസൺ. ഈ ഡയഗ്രം ഓർമ്മയുള്ളവർക്ക് എന്ത് പറയാൻ പറ്റും? അതായത് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്തിലെ ജോലെസ് ആയിട്ടുള്ള ഏതാണ് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് ഏതിൽ വരുന്നതാണെന്ന്? ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. ഇനി ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റയുടെ പ്രത്യേകത എന്താണ്? അവരുടെ മെമ്പേഴ്സിൽ മിക്കതും എക്ടോ പാരസൈറ്റ്സ് ആണ് ഓൺ ഫിഷസ്. അപ്പോ എക്ടോ പാരസൈറ്റ്സ് ആവണമെങ്കിൽ അവർക്ക് എങ്ങനെ വേണം? സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വേണം. പിന്നെ അവരെന്തെന്നും കൂടി വിളിക്കാം? ജോലെസ് ആയതുകൊണ്ട് അവരെ അഗ്നാത്ത. ഗ്നാത്ത എന്ന് പറഞ്ഞാൽ ജോ, എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, ഗ്നാത്ത, ജോലെസ് നമ്മൾ അതിനെ വിളിച്ചു. ഇനി അതിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പെട്രോമൈസൺ, ആ ഡയഗ്രാം കൊടുത്തിരിക്കുന്ന ഓർഗൻസം പെട്രോമൈസൺ. മിക്സിന് പറയാം, മിക്സിന്റെ വേറെ പേരെന്താ? ഹാഗ് ഫിഷ്. പെട്രോമൈസന്റെ വേറെ പേര് ലാംപ്രേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, ഈ അതർ നെയിമും അറിഞ്ഞിരിക്കണം. ഇപ്പൊ സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത്, ഇത് ജോലെസ് ആയിട്ടുള്ള അഗ്നാത്തൻസ്, അതായത് സൈക്ലോസ്റ്റൊമേറ്റ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സും അറിഞ്ഞിരിക്കുക. അപ്പൊ ഏതിനാണ്? ഇത്രയും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും സൈക്ലോസ്റ്റോംസിനാണ് ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് വിത്തൗട്ട് ജോസ്. അതുകൊണ്ട് ജോ ഇല്ലാത്തതുകൊണ്ട് അവരെ എഗ്നാത്തൻ എന്ന് കൂടി നമ്മൾ വിളിച്ചു. ഇനി give one example for an animal possessing placoid scales and that with cycloid scales. Cycloid scales ഉം placoid scalesനെയും ഇതെന്താണെന്ന് ആദ്യം അറിയണം. എന്താണ് അത് മീൻ ചെയ്യുന്നത്? ക്ലാസ് കോൺട്രിക്ടൈസ് പഠിച്ചപ്പോ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? അവർക്ക് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ് ഉണ്ട്. ആൻഡ് അവരുടെ ടീത്ത് എങ്ങനെയാണ്? ഈ പ്ലക്കോയിഡ് സ്കെയിലിന്റെ മോഡിഫൈഡ് വേർഷൻ ആണ്. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ്. ആൻഡ് അവരുടെ ഡിറക്ഷൻ എങ്ങനെയാണ്? ബാക്ക്വേർഡ്ലി ഡിറക്റ്റഡ്. ആൻഡ് അവർക്ക് എങ്ങനെയാണ്? പവർഫുൾ ജോസും ഉണ്ട്.
പ്ലക്കോയിഡിന്റെ എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? ക്ലാസ് കോൺട്രിത്തൈസിനെ ആരെങ്കിലും പറയാൻ പറ്റും. ഇനി പ്ലക്കോയിഡ് സ്കെയിൽസിന്റെ അല്ലാണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? സൈക്ലോയിഡ് സ്കെയിൽ. സൈക്ലോയിഡ് സ്കെയിൽ എങ്ങനെയാണ്, ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ് സൈക്ലോയിഡ് സ്കെയിൽ? മോസ്റ്റ്ലി ബോണി ഫിഷസ് അല്ലെങ്കിൽ ഓസ്ട്രിച്ച് സൈസിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഫിഷസിന് ഡെർമൽ സ്കെയിൽസ് ഉണ്ട്. ആൻഡ് ഓരോ സ്കെയിലും ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മെയ്ഡ് ഓഫ് ഡെൻറ്റൈൻ. ആൻഡ് ഈ ഡെൻറ്റൈൻ ഇസ് സെക്രീറ്റഡ് ബൈ ഡെർമൽ പാപ്പില്ല. ഇനി പ്ലക്കോയിഡ് സ്കെയിൽസ് എങ്ങനെയാണ്? ഹാർഡ് ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, ആൻഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെൻറ്റൈൻ. ആൻഡ് അവരുടെ കവേർഡ് സർഫസിന് ഇനാമലും നമുക്ക് കാണാൻ പറ്റും. അതേസമയം സൈക്ലോയിഡ് സ്കെയിൽസ് സ്ട്രോങ് ആണ്, എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആണ്, ആൻഡ് അവർ ലാർജ് ഓവൽ മെയ്ഡ് അപ്പ് ഓഫ് ഐസോപെക്റ്റിൻ വിച്ച് ഇസ് എ ലെയർ ഓഫ് കൊളാജിനസ് ഫൈബർ. ഇനി പ്ലക്കോയിഡ് സ്കെയിൽസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കാർട്ടിലേജിനസ് ഫിഷസ് അല്ലെങ്കിൽ കോൺട്രീച്ച് തൈസ് ലൈക്ക് സ്കോളിയോഡോൺ. അതേ സമയം സൈക്ലോയിഡ് സ്കെയിൽസ് ആരിലായിരിക്കും? ബോണി ഫിഷസ് ലൈക്ക് കട്ല അല്ലെങ്കിൽ റോഹുലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി 7th ക്വസ്റ്റ്യൻ. മെൻഷൻ 2 മോഡിഫിക്കേഷൻസ് ഇൻ റെപ്റ്റൈൽസ് റിക്വയർഡ് ഫോർ ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലൈഫ്. നമുക്കറിയാം റെപ്റ്റൈൽസിനെ തൊട്ട് മുമ്പ് ആംഫീബിയൻസ് ആയിരുന്നു. ഈ ആംഫീബിയൻസ് വർ ഡിപ്പെൻഡന്റ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. അപ്പോ അത് കഴിഞ്ഞ് റെപ്റ്റൈൽസ് വന്നപ്പോൾ അവർ കംപ്ലീറ്റ്ലി എങ്ങോട്ടേക്ക് മാറി? ടെറസ്ട്രിയൽ മോഡിലേക്ക് മാറി. ഇങ്ങനെ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആയ ഈ ആനിമൽസിന് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെപ്റ്റൈൽസ് എങ്ങനെയാണ്? മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആണ്. അവർക്ക് ഡ്രൈ കോർണിഫൈഡ് സ്കിൻ ഉണ്ട്. അതായത് ഡ്രൈ കോർണിഫൈഡ് സ്കിൻ സ്കെയിൽ അല്ലെങ്കിൽ സ്കൂട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. ആൻഡ് അവർക്ക് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇല്ല. അവർക്ക് ടിംബാനുമാണ് ഇയർ ആയിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ അവരുടെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആകുമ്പോൾ എന്താ പറ്റുക? അത് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന്റെ അഡാപ്റ്റേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്തുവരും? മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് their body is covered by dry and cornified skin and epidermal scales or scute. And അവരുടെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. അതിന് തൊട്ട് മുമ്പുണ്ടായ ആംഫീബിയൻസ് ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിരുന്നു. എക്സ്റ്റേണൽ ഇന്റേണലിലേക്ക് മാറി. അവര് ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡിൽ നിന്ന് എങ്ങനെയാ മോസ്റ്റ്ലി ടെറസ്ട്രിയലിലേക്ക് മാറി. അപ്പോ ഇത്രയും 7th ക്വസ്റ്റ്യൻ വരെ നമ്മൾ സോൾവ് ചെയ്തു. ബാക്കി 8 തൊട്ട് റെസ്റ്റ് പാർട്ട് 2 ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.